പെരളശ്ശേരി എ.കെ.ജി. സ്മൃതി മ്യൂസിയം ചൊവ്വാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. എ.കെ.ജിയുടെ ജീവിതവും പോരാട്ടവും കോർത്തിണക്കിയാണ് മ്യൂസിയം ഒരുക്കിയത്. പെരളശ്ശേരി വേങ്ങാട് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കിഴത്തൂർ പാലത്തിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കുമെന്ന് മ്യൂസിയം വകുപ്പ് ഡയറക്ടർ പി.എസ്. മഞ്ജുളാദേവി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എ.കെ.ജിയുടെ ജന്മനാട്ടിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ തുടിക്കുന്ന മ്യൂസിയമാണ് ഒരുങ്ങിയത്. എ.കെ.ജിയുടെ ജീവിതചരിത്രം പുതുതലമുറക്ക് പകർന്നു നൽകാൻ ലക്ഷ്യമിട്ടാണ് പെരളശ്ശേരി തൂക്കുപാലത്തിന് സമീപം സർക്കാർ ഏറ്റെടുത്ത 3.21 ഏക്കർ സ്ഥലത്ത് മ്യൂസിയം ഒരുക്കിയത്. മ്യൂസിയത്തിന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്ന് മ്യൂസിയം വകുപ്പ് ഡയറക്ടർ പി.എസ്. മഞ്ജുളാദേവി കണ്ണൂരിൽ പറഞ്ഞു. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അമരക്കാരനും പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന പ്രഥമ പ്രതിപക്ഷ നേതാവുമായ എ.കെ.ജിയുടെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ ജന്മനാടായ കണ്ണൂർ പെരളശ്ശേരിയിൽ മ്യൂസിയം മൃഗശാല വകുപ്പിന്റെ കീഴിൽ നമ്മളൊരു മ്യൂസിയം നിർമ്മിച്ച് കഴിഞ്ഞിരിക്കുകയാണ്, പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. എ.കെ.ജി മ്യൂസിയം 2026 ഫെബ്രുവരി 17 3 മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നാടിന് സമർപ്പിക്കുകയാണ്. ഈ തദവസരത്തിൽ മ്യൂസിയം വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷത വഹിക്കും. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ P.A. മുഹമ്മദ് റിയാസ് മുഖ്യ അതിഥിയായിരിക്കും. എം.പിമാരായ കെ. സുധാകരൻ, ഡോക്ടർ വി. ശിവദാസൻ, അഡ്വക്കേറ്റ് പി. സന്തോഷ് കുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. 2021 മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ട മ്യൂസിയത്തിന്റെ ഒന്നാം ഘട്ടത്തിനായി 6.59 കോടി രൂപയാണ് ചെലവഴിച്ചത്. 10,737 ചതുരശ്ര അടി വിസ്തീർണതയുള്ള ഇരുനില കെട്ടിടവും പൂർത്തിയായിട്ടുണ്ട്. ആധുനിക മ്യൂസിയം ഒരുക്കുന്നതിനായുള്ള 7 ഗാലറികളാണ് ഇവിടെയുള്ളത്. എ.കെ.ജിയുടെ ജീവിതവും സമരങ്ങളും ഫോട്ടോകൾ, രേഖകൾ, ദൃശ്യങ്ങൾ എന്നിവയിലൂടെ സന്ദർശകർക്ക് അനുഭവഭേദ്യമാകുമെന്നും അധികൃതർ പറഞ്ഞു. പെരളശ്ശേരി വേങ്ങാട് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കിഴത്തൂർ പാലത്തിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. വാർത്താസമ്മേളനത്തിൽ സൂപ്രണ്ട് P.S. പ്രിയരാജൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സജിത് M, അസിസ്റ്റന്റ് എഞ്ചിനീയർ വിപിൻ അണിയേരി, സംഘാടക സമിതി കൺവീനർ P. രഘു എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.